17ാം ലോക്സഭയിലേക്കുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. പോളിംഗ് 2 മണിക്കൂർ പിന്നിടുമ്പോൾ വോട്ടർമാരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ 18 സംസ്ഥാനങ്ങളിലെ 91 മണ്ഡലങ്ങളാണ് വിധിയെഴുതുന്നത്. 4 സംസ്ഥാന നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പും പുരോഗമിക്കുന്നു. മികച്ച പോളിംഗ് ഉറപ്പുവരുത്തണമെന്ന് സമ്മതിദായകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് കെ.പി. അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, വോട്ടെടുപ്പ് ആരംഭിച്ചിട്ട് 2 മണിക്കൂർ പിന്നിടുന്നു. എത്ര ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം? വിശദാംശങ്ങൾ. പോളിംഗ് ആരംഭിച്ച് 2 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 8% വോട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അനൌദ്യോഗികമായ വിവരം. എന്നാൽ ഇത് ഔദ്യോഗികമായ ഒരു കണക്ക് അല്പസമയത്തിനകം മാത്രമേ പുറത്തു വരികയുള്ളൂ. അനൌദ്യോഗികമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്നാൽ അത് കെ.പി. അഭിലാഷാണ് വിവരങ്ങൾ നൽകുന്നത്. ടെലിഫോൺ ലൈനിൽ ചില പ്രശ്നങ്ങൾ. എന്തായാലും ആദ്യഘട്ടത്തിലെ വോട്ടെടുപ്പ് ആരംഭിച്ച് 2 മണിക്കൂർ പിന്നിടുകയാണ്. 8% പോളിംഗ് രേഖപ്പെടുത്തി എന്നതാണ് അനൌദ്യോഗിക വിവരങ്ങൾ എന്നതാണ് കെ.പി. അഭിലാഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. വോട്ടർമാരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ആദ്യ മണിക്കൂറുകളിൽ ലഭിക്കുന്നത്. നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ്, അതിൻ്റെ 7 ഘട്ടങ്ങളായി നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അതിൻ്റെ ആദ്യ ഘട്ടത്തിനാണ് തുടക്കമായിരിക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ 18 സംസ്ഥാനങ്ങളിലെ 91 മണ്ഡലങ്ങളാണ് വിധിയെഴുതുന്നത്. 4 സംസ്ഥാന നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പും ആരംഭിച്ചിട്ടുണ്ട്. കെ.പി. അഭിലാഷ് വീണ്ടും ചേരുന്നു. അഭിലാഷ്, തുടരാം. രേണുക, 18 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അടക്കമുള്ള 91 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ 2 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതേസമയം ചില പോളിംഗ് ബൂത്തുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക് തകരാറ് സംഭവിച്ചതിനെ തുടർന്ന് അല്പസമയം പോളിംഗ് നിർത്തിവെക്കുകയും പിന്നീട് പകരം പോളിംഗ് സാമഗ്രികൾ എത്തിച്ചുകൊണ്ട്, വോട്ടിംഗ് മെഷീനുകൾ എത്തിച്ചുകൊണ്ട് ഇപ്പോൾ പുരോഗമിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 18 സംസ്ഥാനങ്ങളിലെയും ഒപ്പം 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും അധികം സീറ്റുകളിലേക്ക് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. 25 ലോക്സഭാ മണ്ഡലങ്ങളിലും ആന്ധ്രാപ്രദേശിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ തെലങ്കാനയിൽ 17 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 2 സംസ്ഥാനങ്ങളിലെയും വോട്ടെടുപ്പ് ഇന്ന് പൂർത്തിയാവുകയും ചെയ്യുന്നുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസം ഒഴികെയുള്ള മിക്കവാറും സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇന്ന് വോട്ടെടുപ്പ് പൂർത്തിയാകുകയും ചെയ്യും. എന്നാൽ ഈ മേഖലകളിലെല്ലാം വോട്ട് ശരാശരി സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. പ്രത്യേകിച്ച് ഭൂമിശാസ്ത്രപരമായ ചില പ്രത്യേകതകൾ കൂടിയുള്ള പ്രദേശങ്ങളാണ്. ഇവിടെ പല പ്രദേശങ്ങളിലും 8 മണിക്ക് മാത്രമാണ് വോട്ടെടുപ്പ് ആരംഭിക്കുകയും ചെയ്തത്. സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിയായിരുന്നു 1 മണിക്കൂർ വൈകി വോട്ടെടുപ്പ് ആരംഭിച്ചത്. മറ്റിടങ്ങളിലെല്ലാം തന്നെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കുകയും ചെയ്തു. 5 മണി വരെയാണ് വോട്ടെടുപ്പ്. സുരക്ഷാ പ്രശ്നങ്ങളുള്ള മണ്ഡലങ്ങളിലെ ബൂത്തുകളിൽ മാത്രം 4 മണിയോടുകൂടി വോട്ടെടുപ്പ് അവസാനിക്കുകയും ചെയ്യും. ജമ്മു കാശ്മീരിലെ 2 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. പ്രത്യേകിച്ച് ഇവിടെ പ്രശ്നബാധിതമായ ചില പ്രദേശങ്ങൾ കൂടിയാണ്. പ്രത്യേകിച്ച് നിലവിൽ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന വിഘടനവാദികളുടെ ആഹ്വാനം നിലനിൽക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനിടയിലാണ് ജമ്മു കാശ്മീരിലെ 2 ലോക്സഭാ സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നത്. അതോടൊപ്പം മാവോയിസ്റ്റ് സ്വാധീന മേഖലയായ ഛത്തീസ്ഗഡിലെ ബസ്തറിൽ നിന്നാണ് വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും അവിടെ നിന്നും സംഭവങ്ങളും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ ആന്ധ്രാപ്രദേശിലും അരുണാചൽ പ്രദേശിലും സിക്കിമിലും നിയമസഭാ വോട്ടെടുപ്പ് കൂടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 3 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ വോട്ടെടുപ്പ് ഇന്ന് പൂർത്തിയാവുകയും ചെയ്യുന്നുണ്ട്. ഒഡീഷയിൽ 4 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിലെ 28 സീറ്റുകളിലേക്കുള്ള നിയമസഭാ പോരാട്ടത്തിന്റെ വോട്ടെടുപ്പും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രേണുക, കെ.പി. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.